ടെക്സ്റ്റൈൽ വ്യാപാരിയാണല്ലോ താങ്കൾ, എപ്പോഴാണ് അറിയുന്നത്? ഒരു 2 മണിക്കൂർ മുന്നേ ഈ തീ അണക്കാനുള്ള സംവിധാനം പെട്ടെന്ന് എത്തിയില്ല. അരമണിക്കൂർ ലേറ്റായിട്ടാണ് സംവിധാനം എത്തിയത്. പിന്നെ ഇപ്പോൾ വീണ്ടും ഫയർഫോഴ്സ് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീ അണക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നു. ഈ തീ അണക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആ ഘട്ടത്തിലാണ് ഒരു ആരോപണം, ഈ അണക്കാനുള്ള സംവിധാനം എത്താൻ വൈകി എന്നൊരു വ്യാപാരി പറയുന്നത്. പക്ഷേ ഈ ഘട്ടത്തിൽ അത്തരം ആരോപണങ്ങൾക്കൊന്നും പ്രസക്തിയില്ല. രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിൽ നടക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുന്നു. സിറ്റി പോലീസ് കമ്മീഷണർ DIG ടി നാരായണൻ അല്പം മുമ്പ് നമ്മളോട് സംസാരിച്ചതാണ്. അതിൽ അദ്ദേഹം പറയുന്നത് സമീപ ജില്ലകളിൽ നിന്നും, കണ്ണൂരിൽ നിന്നും, മലപ്പുറത്തു നിന്നും, അതുപോലെ തന്നെ കോഴിക്കോട് റൂറലിൽ നിന്നുമുള്ള ലിമിറ്റിലുള്ള മുഴുവൻ ഫയർ എഞ്ചിനുകളെയും ഇങ്ങോട്ടേക്ക് മൊബിലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം എയർപോർട്ടിൽ നിന്നുമുള്ള, അതായത് കരിപ്പൂർ എയർപോർട്ടിലെ ഫയർ സ്റ്റേഷനിൽ നിന്നുമുള്ള ഫയർ എഞ്ചിനുകൾ മിക്കവാറും എല്ലാം തന്നെ ഇവിടെ എത്തിയിട്ട് വെള്ളം ചീറ്റിക്കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇപ്പോൾ നമ്മുടെ ക്യാമറ ഒന്ന് ഷിജു പാൻ ചെയ്യുമ്പോൾ കാണാം, ഇതിനകത്തേക്ക് ആളിക്കത്തുന്ന തീ കെടുത്താൻ വേണ്ടിയുള്ള ഫയർഫോഴ്സിൻ്റെ ശ്രമം, ആ ശ്രമം ഫലം കാണുന്നില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം അതേ ശക്തിയിൽ തന്നെ തീ ആളിക്കത്തുകയാണ്. മറ്റൊന്ന്, നമ്മൾ നേരത്തെ ഇതിൻ്റെ ഓണറുമായി സംസാരിച്ചു, മുകുന്ദൻ. അദ്ദേഹം പറഞ്ഞത് തീ കത്തി എന്നുള്ള വിവരമറിഞ്ഞ് താൻ വീട്ടിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരികയാണ്. ഈ ഹോൾസെയിൽ ഡിവിഷൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുന്ന ഈ കറുത്ത പുകയുള്ള ഭാഗം ഈ കാലിക്കറ്റ് ടെക്സ്റ്റൈൽസിൻ്റെ ഹോൾസെയിൽ ഡിവിഷൻ മേഖലയാണ്. എനിക്ക് പുറകിൽ കാണുന്ന ഈ മേഖലയിലാണ് ഇതിൻ്റെ റീറ്റെയിൽ ഡിവിഷൻ പ്രവർത്തിക്കുന്നത്. പക്ഷേ എന്നാൽ റീറ്റെയിൽ ഡിവിഷനിൽ ഇന്ന് 30 തൊഴിലാളികൾ ജോലിക്കുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്കൊന്നും തന്നെ പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ആശ്വാസകരമായൊരു വാർത്ത ഇപ്പോൾ പങ്കുവയ്ക്കാനുള്ളത്. പക്ഷേ എന്നാൽ ഇന്ന് അടഞ്ഞുകിടന്ന ഹോൾസെയിൽ ഡിവിഷനിൽ വലിയ തീ ഇപ്പോഴും ആളിക്കത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കറുത്ത പുക, അകത്ത് പ്ലാസ്റ്റിക്കും അതുപോലെ തുണിയും കത്തി ഉയരുന്നതാണ്. മാത്രവുമല്ല, ഈ പുകയ്ക്കപ്പുറത്തേക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, ഇതാ ഷിജു ചൗറ വീണ്ടും ക്യാമറ പാൻ ചെയ്യുമ്പോൾ അഗ്നി ആളിക്കത്തുകയാണ്. എന്നാൽ ഫയർഫോഴ്സിന്റെ ശ്രമങ്ങൾ ഫലം കാണുന്നില്ല. തീ ഇപ്പോഴും നിയന്ത്രണ വിധേയമായിട്ടില്ല. പ്രജിൻ, ദീപക് ധർമ്മടം വിവരങ്ങൾ നൽകുകയായിരുന്നു. കോഴിക്കോട്ട് തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ വളരെ ഊർജിതമായി നടക്കുന്നു. പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള വ്യാപാരശാലയിലാണ് തീ പടർന്നു പിടിച്ചിരിക്കുന്നത് എന്നുകൊണ്ട് തന്നെ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ പൂർണ്ണമായി മാറ്റിയിട്ടുണ്ട്. ആളുകളെ പൂർണ്ണമായി അവിടെ നിന്ന് ഒഴിപ്പിച്ചിട്ടുണ്ട്. മറ്റ് അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. പക്ഷേ ആശങ്കയായി നിലനിൽക്കുന്നത് തീപിടുത്തമുണ്ടായി 1 മണിക്കൂർ കഴിയുമ്പോഴും 8 ഫയർഫോഴ്സ് യൂണിറ്റുകൾ എത്തി തീ അണയ്ക്കാനുള്ള ഊർജിതമായ ശ്രമങ്ങൾ തുടരുമ്പോഴും തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ, തീ അണയ്ക്കാൻ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അതിന് ഇപ്പോൾ അവിടുത്തെ വ്യാപാരികൾ പറയുന്നത് വസ്ത്രവ്യാപാരശാലയിലാണ് തീ പിടിച്ചത് എന്നതുകൊണ്ട് തന്നെ കൂടുതൽ ഇടങ്ങളിലേക്ക് തീ വ്യാപിക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റൊരു വ്യാപാരി പറഞ്ഞത് തീപിടുത്തമുണ്ടായി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് സംവിധാനങ്ങൾ പ്രവർത്തിച്ചു തുടങ്ങിയതെന്നാണ്. ഏതായാലും ഇത്തരം സംശയങ്ങളും ആരോപണങ്ങളും ഒക്കെ നിലനിൽക്കുമ്പോഴും തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. അത് എത്രയും പെട്ടെന്ന് ഫലം കാണും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇത് വൈകിട്ട് 5:00 പുതിയ ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള കോഴിക്കോട് ടെക്സ്റ്റൈൽസ് വ്യാപാരശാലയിൽ തീപിടുത്തമുണ്ടായത്. അത് പെട്ടെന്ന് തന്നെ അതിവേഗം മറ്റിടങ്ങളിലേക്ക് പടർന്നു പിടിക്കുകയായിരുന്നു. ആളുകൾ തീപിടുത്തം കണ്ട ഉടനെ തന്നെ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറിയത് വലിയ അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ സഹായകരമായി. തീ അണയ്ക്കാൻ വേണ്ടിയുള്ള ഊർജിതമായ ശ്രമങ്ങൾ തുടരുന്നു. 1 മണിക്കൂർ പിന്നിട്ടിട്ടും തീ പൂർണ്ണമായി അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല, പൂർണ്ണമായും നിയന്ത്രണ വിധേയമായിട്ടില്ല സാഹചര്യം എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്.